നമസ്കാരം. കരിയർ ഗുരുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും പരീക്ഷയുടെ ചൂടിലാണ്. 10th CBSE 12th CBSEക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി 30 ദിവസങ്ങളെ പരീക്ഷയ്ക്കുള്ളൂ. ഏകദേശം ഒരു ഫെബ്രുവരി 15-14 തീയതികളിലായിട്ട് 10th-ൻ്റെയും 12th-ൻ്റെയും പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേറ്റ് സിലബസിലുള്ള 10th 12th 11th സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം മാർച്ച് 4-5 തീയതികളിലായിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 30-45 ദിവസം ഇനി പരീക്ഷയ്ക്കുള്ളൂ. അവസാനവട്ട തീവ്രമായ ഓടി നടന്നുള്ള പരീക്ഷാ പരിശീലനം നടക്കുന്നൊരു സമയമാണിത്. ഈ സമയത്താണ് പലർക്കും ഒരുപാട് ആശങ്കകൾ, പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, പഠിച്ചു തുടങ്ങുന്നത് സത്യത്തിൽ ഇപ്പോഴാണ്. മറ്റൊന്ന്, പഠിച്ചു തുടങ്ങിയവരോ പഠിച്ചവരോ ആവട്ടെ മറന്നു പോകുന്നു എന്ന ആവലാതിയിലും. ഈ ആവലാതികളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇനി നമുക്ക് സമയമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ പരിഹരിച്ച് ഇതൊക്കെ മറികടന്ന് നമുക്ക് പരീക്ഷയെ ഏറ്റവും നന്നായി വിജയകരമായി പൂർത്തിയാക്കാനാവും? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഇനി മുന്നോട്ട് വരാൻ റെഡിയാണ്, നന്നായി പഠിക്കാൻ, ഇരിക്കാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ 30-45 ദിവസം തന്നെ സത്യത്തിൽ ധാരാളമാണ്. ടെൻഷൻ അടിക്കാതെ ഇനി അങ്ങോട്ട് കൃത്യമായി വളരെ സയന്റിഫിക്കായി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, പഠിച്ചവർ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള 30 ദിവസം 45 ദിവസത്തെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഏത് ടൈപ്പ് ആളുകളായാലും ആദ്യം ചെയ്യേണ്ടത് ഒരു കണ്ടന്റ് ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളത്. എന്ത് ഈ കണ്ടന്റ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എല്ലാ ചാപ്റ്ററുകൾ, ഓരോ സബ്ജക്റ്റുകളിലെയും ചാപ്റ്ററുകൾ 1 by 1 ആയിട്ട് എഴുതി വെച്ച് ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് എത്ര ശതമാനം അറിയാം. ഉദാഹരണത്തിന് കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ 12th പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 70% അറിയാം, 30% അറിയില്ല. അതല്ലെങ്കിൽ അടുത്തത് 10th റിഫ്ലക്ഷനും റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സിൽ വരുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്കൊരു 40% അറിയാം, 60% അറിയില്ല. അല്ലെങ്കിൽ 40% കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ 40% ഭാഗങ്ങളെ കുറിച്ച് ധാരണ അത്രയും ഒക്കെ ഉണ്ട് മനസ്സിൽ എന്ന ഒരു തോന്നൽ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിന്റെ നേരെയും നോട്ട് ചെയ്ത് വെച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് എത്ര ശതമാനം അറിയാം, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നതും പ്രത്യേകം ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടന്റ് ഓഡിറ്റിംഗ് ആണ്. രണ്ടാമത് ചെയ്യേണ്ടത്, അതിൽ ആദ്യത്തെ 5 ദിവസം, 30 ദിവസമാണെങ്കിൽ ആദ്യത്തെ 5 ദിവസം, 45 ദിവസമാണെങ്കിൽ ഒരു 5 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് നിർബന്ധമായും വരുമെന്ന് തോന്നുന്നതുമായ, ഉറപ്പുള്ളതുമായ, കാര്യമായി പ്രിപ്പയർ ചെയ്യാത്ത ചാപ്റ്ററുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ഒരു 5-10 ചാപ്റ്റർ നിങ്ങൾ അത് തിരഞ്ഞെടുത്ത് അത് കൃത്യമായി ഒന്ന് ആദ്യത്തെ 5-8 ദിവസം കൊണ്ട് അതൊന്ന് നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക, ഡെപ്തിൽ നന്നായി വൃത്തിയായിട്ട് പഠിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ചാപ്റ്ററും ഇനി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, എല്ലാം ഈ കാക്ക ചിക്കുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കി പോകുന്ന ഒരു പരിപാടി നിർത്തിയിട്ട് പഠിക്കുന്നത് വൃത്തിയായി നല്ല ഡീപ്പായി പഠിക്കാൻ ശ്രമിക്കുക. എക്സാമിനേഷൻ കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസോടുകൂടി ചാപ്റ്ററുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. എല്ലാം പഠിച്ച് അവസാനം കൺഫ്യൂഷൻ ആവരുത്. പഠിക്കാൻ പറ്റുന്ന, പഠിച്ചു കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമുള്ള ഇനിയുള്ളത് റിവിഷനുകളാണ്. ദെൻ ഇതുവരെ പഠിക്കാത്ത ആളുകളോ ഭാഗികമായി മാത്രം പഠിച്ച ആളുകളോ ചെയ്യേണ്ടത് ഈ പഠിക്കാൻ പറ്റുന്നതും എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുമായ ചാപ്റ്ററുകളും ഭാഗങ്ങളും കൃത്യമായി നന്നായി പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആദ്യത്തെ 5-8 ദിവസം ബുദ്ധിമുട്ടുള്ളതും പൂർണ്ണമായി പഠിച്ചിട്ടില്ലാത്തതുമായ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾക്ക് സമയം കൊടുത്ത് അതൊന്ന് തീർത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള 20 ദിവസം, 30 ദിവസത്തിൽ 20 ദിവസം നിങ്ങൾ ചാപ്റ്ററുകളൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതും, 70-80% അറിയാം, അല്ലെങ്കിൽ 90% അറിയാം, 10% അപ്ഡേറ്റ് ചെയ്യേണ്ടുള്ളതും. അതല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഒരു ഭാഗം എടുത്തിട്ട്, ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിലൊരു 70% എങ്കിലും ചാപ്റ്ററുകൾ എന്ന് വെച്ചാൽ ഒരു 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 7 ചാപ്റ്ററുകൾ പ്രധാനപ്പെട്ടതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും 3 പഠിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സമയമില്ല എങ്കിൽ എല്ലാം കൂടി വാരി വിഴുങ്ങി അവസാനം ബുദ്ധിമുട്ടാവുക, മറന്നു പോവുക എന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കുക, കൺഫ്യൂഷൻ ആവുക എന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ഉറപ്പുള്ള ചാപ്റ്ററുകളും വരാൻ സാധ്യതകളും പ്രധാനപ്പെട്ടതുമായത് മാത്രം കാറ്റഗറൈസ് ചെയ്ത് അത് 20 ദിവസം പൂർണ്ണമായിട്ട് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ദെൻ അതോടൊപ്പം ബാക്കി വരുന്ന 5 ദിവസം അല്ലെങ്കിൽ 20 ദിവസം, നമ്മളിപ്പോൾ 45 ദിവസമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു 8 ദിവസം കഴിഞ്ഞാൽ
പിന്നെ വരുന്നത് ഒരു 37 ദിവസത്തിൽ ഒരു 30 ദിവസം നിങ്ങൾ കണ്ടന്റ് ശരിക്കും എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് ഇതേപോലെ പഠിക്കാനുള്ളത് പഠിക്കുക. ബാക്കി 7 ദിവസം അല്ലെങ്കിൽ CBSE-കാരെ സംബന്ധിച്ച് അടുത്ത 5 ദിവസം അത് ആ വരാൻ പോകുന്ന 2 എക്സാമുകൾ തൊട്ടടുത്ത് വരുന്ന, അപ്പോൾ ഫെബ്രുവരി 15-നും 16-നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ 16-ന് 17-നുള്ളത്, ഏറ്റവും അടുത്ത ആദ്യത്തെ 2 എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ദിവസങ്ങളായിട്ട് ഈ 5 ദിവസത്തെ മാറ്റുക. സ്റ്റേറ്റ് സിലബസുകാരെ സംബന്ധിച്ചിടത്തോളം 7-8 ദിവസം ആദ്യത്തെ 2 എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ദിവസമായിട്ട് അതിനെ കാണാം. ബാക്കിയുള്ളതൊക്കെ ഇടയിൽ ഗ്യാപ്പുകൾ വരുന്നത് കൊണ്ടും സമയമുള്ളത് കൊണ്ടും നമുക്ക് വീണ്ടും ഉള്ളൊരു റിവിഷന് വേണ്ടി കൊടുക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പാലിക്കുക. ഇനി ചെയ്യേണ്ടത് പഠിക്കാനിരിക്കാൻ ഒരു സ്ഥലം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക. അവിടെ ശല്യങ്ങളില്ലാത്തതോ കുറേ അധികം സാധനങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളോ ഒന്നുമില്ലാത്തൊരു ശാന്തമായ സ്വസ്ഥമായ ഒരു റൂം കണ്ടെത്തുക. അവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ചില ആളുകളുണ്ടാവും ഇങ്ങനെ മൂവ് ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് ആളുകളാണ് എങ്കിൽ അത്തരം വിശാലമായൊരു സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടെത്തി അവിടെ പഠിക്കുന്നതിന് ശ്രദ്ധിക്കുക. 2, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ നോട്ടുകൾ, അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ഭാഗത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. then അതോടൊപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പറേഷൻ കുറെ കൂടി നമുക്കൊരു ആത്മവിശ്വാസം വരുന്നത് പോലെ, നമുക്കൊരു സമയമുള്ളത് പോലെയൊക്കെ നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും. ആ രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്നത് കൃത്യമായൊരു അഡമന്റ് ആയ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണമെന്നില്ല. ക്ലാസ് ഉള്ള ദിവസങ്ങളിലോ ലാബ് ഉള്ള ദിവസങ്ങളിലോ പ്രാക്ടിക്കൽ ഉള്ള ദിവസങ്ങളിലോ ദെൻ അങ്ങനത്തെ സമയങ്ങളാണെങ്കിൽ ആ സമയങ്ങളിൽ ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 5:30 മുതൽ ഒരു 7:30 വരെ, 6:30 മുതൽ 8:30 വരെ, അങ്ങനെ ഒരു 2 മണിക്കൂർ രാവിലെ കിട്ടാൻ ശ്രദ്ധിക്കുക. വൈകിട്ടാണെങ്കിൽ ഒരു 6:30 മുതൽ 10:30 വരെ, അല്ലെങ്കിൽ 7:30 മുതൽ 11:30 വരെയുള്ള ഒരു 4 മണിക്കൂറും എടുത്താൽ എങ്ങനെയായാലും 6 മണിക്കൂർ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ, ലാബ് ഉള്ള ദിവസങ്ങളിൽ, പ്രാക്ടിക്കൽ ഉള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദെൻ അതല്ലാത്ത വെക്കേഷൻ ഒക്കെ വരുന്ന ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ, രാവിലെ ഒരു 6:30 മുതൽ 8:30 ഒരു ടൈം സ്ലോട്ട് ഉണ്ടാക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 9:30 മുതൽ വീണ്ടും ഒരു 11:30 വരെയുള്ള ഒരു ടൈം കണ്ടെത്തുക. ദെൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഫ്രീ ആവാം, മെന്റലി കുറച്ച് എന്റർടൈൻമെന്റുകൾ ആവാം, ഫുൾ പഠനം തന്നെ ആവാം എന്നതിനൊക്കെ ഇടയിൽ എന്റർടൈൻമെന്റ് മാത്രം ആവുകയും ചെയ്ത് പല കുട്ടികൾക്കും എന്റർടൈൻമെന്റിലേക്ക് അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ കുറെ അധികം പഠിച്ചതല്ലേ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരെ അന്ന് ഫുള്ള് എന്റർടൈൻമെന്റ് മാത്രമാവും. വീട്ടുകാരെ എന്റർടൈൻ ചെയ്യാന്നുള്ളത് വലിയ പണിയാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം ഈ ഉച്ചയ്ക്ക് 2:30 മുതൽ ഒരു 4:30 വരെ, വൈകിട്ട് ചില ആൾക്ക് നല്ല ടൈമാണ്, 4:30 മുതൽ 6:30 വരെയുള്ള ഒരു ടൈം വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ദെൻ അതല്ലെങ്കിൽ 7 മണി മുതൽ 9 മണി വരെ ഒരു ടൈം സ്ലോട്ട്, അങ്ങനെ 2 മണിക്കൂർ വീതമുള്ള സ്ലോട്ടുകളാക്കി ഷെഡ്യൂളാക്കി മാറ്റുക. അങ്ങനെ ഒരു 10 മണിക്കൂർ എങ്കിലും കിട്ടണം. 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ, 8 മണിക്കൂറിൽ കുറയാൻ പാടില്ല. 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ ഉറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനൊരു ടൈം, ചില ആളുകൾക്ക് രാത്രി കൂടുതൽ ഇരിക്കുന്നതായിരിക്കും നന്നാവുക. പരീക്ഷ അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ രാവിലെ പഠിക്കുന്നതാണ് നല്ലത് എന്ന ക്ലീശ വർത്തമാനം പറഞ്ഞ് ആ ഷെഡ്യൂളിനെ തെറ്റിച്ച് പഠനത്തെ അവളാളത്തിലാക്കരുത് എന്നാണ് എൻ്റെ ഒരു സജഷൻ നിങ്ങളോടുള്ളത്. അതുകൊണ്ട് 11 രാത്രി 12:30 1 മണി വരെ പഠിക്കുന്നവർ അങ്ങനെ പഠിക്കട്ടെ. ദെൻ രാവിലെ എണീറ്റ് പഠിക്കുന്ന ആളുകൾ രാവിലെ എണീറ്റ് പഠിക്കട്ടെ. രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് ആ ശീലം വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കാരണം രാത്രി കുറേ അധികം വൈകി പഠിച്ച് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര ഡ്രൗസിനെസ് ആയിരിക്കും, ഒരു ഉറക്കം തൂങ്ങൽ, ക്ഷീണം, അത് പിന്നീട് ആ ദിവസം മുഴുവൻ സ്പോയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ടൈം ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്ന രീതി നിങ്ങൾ ഉണ്ടാക്കണം. എന്ത് രീതിയാണ് നിങ്ങൾ പഠിക്കുക? ഉറക്കെ വായിച്ച് പഠിക്കലാണോ, അതല്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താണോ, നോട്ട്സ് ഉണ്ടാക്കലാണോ, ചിത്രങ്ങൾ വരച്ചാണോ, ഇമേജറി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണോ, പിക്ടോറിയൽ ആണോ? ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെ എടുത്ത് അത്തരം കാര്യങ്ങളൊന്ന് തീരുമാനിച്ച് പഠനത്തിന് ഒരു സ്കെഡ്യൂൾ ചെയ്ത് സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഈ ആളുകൾക്കുള്ളൊരു കംപ്ലൈന്റ് എന്താണെന്നറിയോ? മറന്നു പോകുന്നു എന്നുള്ളതാണ്. പഠിച്ചത് മറന്നു പോകുന്നു, ഓർമ്മ കിട്ടുന്നില്ല എന്നതാണ് പൊതുവെ പറയുന്നത്. ഞാൻ പറയുന്നത് മറന്നു പോകുന്നുണ്ട് എങ്കിൽ പോസിറ്റീവാണ്. കാരണം പഠിച്ചാലല്ലേ മറക്കുള്ളൂ. പഠിക്കാത്ത ആരാ മറക്കുക? പഠിക്കാത്ത ഒരാൾ എങ്ങനെയാണ് മറക്കുന്നത്? പഠിച്ചതേ മറക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മറക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. എങ്കിൽ പഠിച്ചതിനെ ഒന്നുകൂടി ഓർമ്മ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ മെമ്മറി എൻഹാൻസ് ചെയ്യുക, ഒരു റീകളക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകളെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് അടുത്ത ഭാഗത്തിൽ സംസാരിക്കും. അതുവരെ ഇത് കൃത്യമായി പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും
ശ്രമിക്കുകയും ചെയ്യുക. നോട്ട്സിനെ കുറിച്ച് മറക്കാതിരിക്കുക. മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ഷെഡ്യൂളിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്സിന് ഇപ്പോൾ മാത്സ് ഉള്ള ആളുകൾ, 10th ആളുകൾ, 12th ആളുകൾ, കൊമേഴ്സിൽ അക്കൗണ്ടൻസി ഉള്ള ആളുകൾ, ഹ്യൂമാനിറ്റീസിൽ ഇക്കണോമിക്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക. എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് മാർക്ക് ചെയ്യുക. ദെൻ ആ പ്രധാനപ്പെട്ട പ്രോബ്ലംസിൽ ഒരു 6 പ്രോബ്ലംസ് 7 പ്രോബ്ലംസ് എടുക്കുക. അതേപോലത്തെ ഒരു 3-4 ഗൈഡിൽ നോക്കി മോഡൽ എടുത്ത് ദിവസവും വർക്കൗട്ട് ചെയ്യുക. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ദിവസവും ചെയ്യണം. നിങ്ങളൊരു 7 പ്രോബ്ലം വെച്ച് 30 ദിവസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 210 പ്രോബ്ലംസ് നിങ്ങൾക്ക് തറവാവും. നിങ്ങൾക്ക് 45 ദിവസമാണ് ഉള്ളതെങ്കിൽ ഒരു 6 പ്രോബ്ലംസ് ഒക്കെ വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ലൊരു ഭാഗം നിങ്ങൾ കവർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്, സംശയമില്ല. അതുകൊണ്ട് മാത്സ് ദിവസവും ഒരു റൂട്ടീനായിട്ട് മാറ്റാം. മറ്റൊന്ന് ബാക്കിയുള്ള ഇപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ മാത്സിന് വേണ്ടിയാവും. മറ്റൊന്ന് ഒരു സബ്ജക്റ്റുകൾ നിങ്ങൾ ദിവസവും ഇപ്പോൾ ഒരു 30 ദിവസം 20 ദിവസമാണ് നിങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ 5 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ചാപ്റ്ററുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഒരു 20 ദിവസം നിങ്ങൾ അതുപോലെ എല്ലാ ചാപ്റ്ററുകളും ഒന്ന് നോക്കി പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക, പഠിക്കുക, അല്ലെങ്കിൽ തീരെ പഠിക്കാത്ത ആളുകൾ പഠിക്കുക എന്നതാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസത്തെ 4 മുതൽ 5 മണിക്കൂർ, നോർമലി നമ്മൾ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ 5 മണിക്കൂർ വരെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 4 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ മാത്സിൻ്റെത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ടൈം സബ്ജക്റ്റുകൾക്ക് വേണ്ടി നീക്കി വെക്കുക. അങ്ങനെ നീക്കി വെക്കുമ്പോൾ 20 മിനിറ്റുകളുടെ ടൈം സ്ലോട്ടുകൾ ആക്കിയെടുക്കുന്നതാണ് നന്നാവുക. ചില ആളുകൾക്ക് ഒറ്റയടിക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കണം. ചില ആൾക്ക് 20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ ടൈം സ്പാൻ പോയി ഡിസ്ട്രാക്ഷൻസ് വരുമെങ്കിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് വായിക്കുക. ഈ 20 മിനിറ്റ് നല്ല തറവായിട്ട് വായിച്ചിട്ട് പുസ്തകം ഒന്ന് മടക്കി വെക്കുക, എന്നിട്ട് റീകളക്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് 20 മിനിറ്റ് വീതമുള്ള ടൈം സ്ലോട്ടാക്കി 2 മണിക്കൂറിന് ഡിവൈഡ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത ഭാഗത്തിൽ സംസാരിക്കും. നന്നായി പ്രിപ്പയർ ചെയ്യുക, ആത്മവിശ്വാസത്തോടെ പുസ്തകത്തിന് മുമ്പിലിരിക്കുക, പഠിക്കണം, മാർക്ക് വാങ്ങണം എന്ന ആഗ്രഹത്തോടെയും പാഷനോടെയും പുസ്തകത്തെ സമീപിക്കുക. പരമാവധി ടെക്സ്റ്റ് ബുക്കുകളെ ഉപയോഗപ്പെടുത്തുക. അതുവരെ അടുത്ത ഭാഗം വരെ നമുക്ക് വീണ്ടും നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.